തളികിലേക്ക് പൈസ ഇടുന്നില്ലേ, പരിപാലനവുമായി ബന്ധപ്പെട്ട സംഗതി, അതിനു വേണ്ടിയുള്ള അന്നത്തെ ഒരു ആളുകളൊക്കെ ഇന്നിപ്പോ നമ്മള് വാഹനങ്ങളിലായി വെച്ച് പണ്ട് ആളുകൾ അതിന്റെ ഇപ്പൊ കാലഘട്ടം മാറി. അപ്പൊ ആ പണ്ടാരമായിരുന്നു അന്ന് ഉപയോഗിച്ചത്. അതിനാളുകൾ അവരെ കട്ട് കാശിടും. ഇതിപ്പോ അന്ന് ഇപ്പൊ പുറത്തൊക്കെ പണ്ട പാട്ടകളും പിരിവിന്റെ സംവിധാനം ഡൊണേഷനായി വരിസംഖ്യയായി ആളുകളെ മറ്റു സംഭവം അതിൻ്റെയൊക്കെ നിലവിലുള്ളൊരു ഇത് കുറയും. എന്നാലും അത് അതിന്റെ ഭാഗമായിട്ട് പഴയ പള്ളിയാണല്ലോ 320 വർഷത്തിന്റെ മുകളിലായതുകൊണ്ട് അതിന്റെ എല്ലാ സംഗതികളും അതേപോലെ തന്നെ തനിമയോട് നിർത്തണമെന്നാണ് ഇതിന്റെ പരിപാലന സമിതി ആളുകൾ. അതില് ഭണ്ഡാരല്ല, അത്ര ചെറിയൊരു അപ്പുറത്തെ സൈഡ് മാത്രം നമ്മളൊരു ആളുകളുടെ അസൗകര്യം കാരണം ആളുകൾ ജുമാക്കൊക്കെ ഭയങ്കര ആളാണ്. പക്ഷെ എപ്പോഴും ബുദ്ധിമുട്ട് നമ്മൾ വല്ലാണ്ട് അനുഭവപ്പെടുന്നത്. കാരണം ഇത് കൂട്ടിയെടുക്കാനും ഇതിന്റെ ഒരു അഭംഗി ആകുന്നത് കൊണ്ട് പുറത്ത് നമ്മൾ രൂപഘടന മാറ്റണ്ടെന്ന് തന്നെ തീരുമാനിച്ചത്. ഇതിന്റെ തനിമ വെച്ചുകൊണ്ട് ഇതിനെ ഏതെങ്കിലും രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ നിർത്തിയിട്ട് അതിനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താറുള്ളതാണ്. നമ്മളിപ്പോ അടുത്ത് അതിന്റെ ഒരു പ്ലാസ്റ്റിക് ചെയ്തിരുന്നു പുറത്ത്. ശരിക്കും പിന്നെ 2 കാര്യങ്ങൾ അതിൽ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, പുറത്തെ ഗേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന്റെ ഒരു രൂപകൽപ്പനയൊക്കെ. അത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ചെയ്യുന്നത് അന്നത്തെ കൊത്തി എടുത്ത് അതിനെ ഒരു ശില്പരൂപത്തില്, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് വേറെ മോഡലാണെങ്കിലും ശില്പങ്ങളൊക്കെ നമ്മൾ കൊത്തിയെടുക്കുന്ന പോലെ അതിന്റെ കട്ടിങ് അതിന് ശരിക്കും നല്ലൊരു പണി പിടിച്ചു എന്നുള്ളതാണ്. സാധാരണ ഇപ്പോഴത്തെ തേപ്പുകാർ തേച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പണി 2 ദിവസത്തെ പണിയായിരിക്കും. പക്ഷെ അതല്ല, അതിനേക്കാളും കൂടുതൽ. അതേപോലെ പള്ളിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു വെച്ച ചുമരുകൾ, അതിന് വളരെ നിന്നുകൊണ്ട് ഒരു നേരത്തെ അത് കൈകാര്യം ചെയ്തതിന് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ബാബു മേസ്ത്രി, അദ്ദേഹമാണ് അതിങ്ങനെ ഒന്നിക്കിൽ ഇതൊക്കെ അതാകാം. ഇപ്പൊ നമ്മളൊക്കെ പാളയം പള്ളിനെ പറ്റി കേട്ടത് അവിടുത്തെ രാജാക്കന്മാരെ കൊണ്ടുവന്ന പോലെ അന്ന് ഇത്തരം ആളുകൾ നമുക്ക് പിന്നെ ഇതര രാജ്യത്തു നിന്ന് കൊണ്ടുവരുന്നുണ്ട്, ഇവിടുത്തെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. അവരുടേതായ ഭാവനയിൽ ചിലപ്പോൾ അന്നത്തെ രാജാക്കന്മാർ അവർക്ക് എന്തായിട്ടുണ്ടാവും, അക്കോമഡേഷനൊക്കെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം പാളയം പള്ളിന്റെ ഒക്കെ തിരുവനന്തപുരത്തിന്റെ ഒക്കെ ഇതിന്റെ രൂപകൽപ്പന ചെയ്തൊക്കെ ഇതര സാമൂഹിക വിഭാഗങ്ങളിലുള്ള ആളുകൾ പോലും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നിങ്ങളെ പള്ളി കയറി വരുമ്പോൾ 2 തൂണുകൾ കാണാം. ശ്രദ്ധിച്ചു എന്നാണ് പാർക്കിങ്ങിൽ വെച്ച 2 തൂണുകൾ. അത് ശരിക്കും നിങ്ങളൊന്ന് അതിനെ വീക്ഷിക്കുകയാണെങ്കിൽ അതില് പിന്നെ പഴയകാല ചിമ്മിണികൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ കറണ്ട് സംവിധാനമൊന്നും ഇല്ലല്ലോ, അപ്പൊ അതിന്റെ തിരികൾ അവിടെ കൊളുത്തിയിട്ട് അതിലേക്ക് ഒഴിച്ച് അപ്പൊ നോക്കിയാൽ ഒരു വലിയൊരു കൊത്തുപണിയിൽ ഉണ്ടാക്കിയ കല്ല്, അത് പാറക്കല്ലിന്റെ അതിന്റെ മുകളിലാണ് ഇതിന്റെ. അതൊന്ന് ചിലപ്പോൾ ഇതിന്റെ ഭംഗിക്ക് വേണ്ടിയാകാം. പള്ളികളിൽ ഇങ്ങനെ ഓരോ ഹാളിലേക്ക് കിടക്കുമ്പോൾ അത് നമ്മളത് ഫ്രണ്ടിൽ പിന്നെ നിലനിർത്താൻ ചെയ്തത്, നഷ്ടപ്പെടുത്താതെ. അത് വേറൊരു സ്ഥലത്ത് അപ്പൊ അതിന്റെ ഒരു അതിനെ വേറെ ഉപയോഗശൂന്യമാക്കാതെ ഒരു വസ്തുവിനെ അതിനുള്ള കൊത്തുപണികൾ തന്നെ ഇതര സാമൂഹിക വിഭാഗങ്ങൾ, അതുപോലെ അങ്ങനത്തെ ആശാരിമാരുടേതായാലും പഠിക്കാത്തതായാലും. നിങ്ങൾ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പെയിന്റിന്റെ വർക്ക് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ സാധാരണ ഒരു പെയിന്റുകാരൊന്നുമില്ല, നമ്മൾ ഇതിനൊരു വാസനയുള്ള, ഇതിനെ ഒരു കരകൗശല രീതിയിൽ തന്നെ ഒരു വികൃതിയിൽ തന്നെ എടുക്കുന്ന ആളുകളെ കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു 70 വയസ്സ് പ്രായമുള്ളവർ നമ്മളെ ഒരു മേസ്തിരിന്റെ പെയിന്റിന്റെ അദ്ദേഹം കയറുന്നത്. നിങ്ങൾ പിന്നെ ഇതെല്ലാം പലകലം കെട്ടിയിട്ട് നിങ്ങൾ അതിനെ സ്റ്റെപ്പ് നമ്മൾ തേക്കുമ്പല്ലോ ഇതെല്ലാം പലകലം വെച്ച് തട്ടില് അതേ ഒരു 4 മുള നേരെ പോലെ കെട്ടിയിട്ട് അതേ കയറുന്ന കാണുമ്പോൾ ഭയങ്കര കൗതുകം നമുക്ക് വരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് എത്രയോ വർഷമായി അദ്ദേഹം അദ്ദേഹം തന്നെയാണ് മിനാരങ്ങളുടെ മുകളിലൊക്കെ. മിനാരത്തിന്റെ ഒക്കെ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണ ഓടല്ല, മിനാരത്തിലുള്ള ഓടുകളാണ്, ചെറിയ ഓടുകൾ. ഇപ്പൊ അത് വരുന്നില്ല. അത്യാവശ്യം ഇത് നഷ്ടപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പകരം വേറെ ഓടിന് വേണ്ടി നമ്മൾ എവിടുന്നെങ്കിലൊക്കെ കണ്ടെങ്കിൽ അതേ രൂപത്തിൽ നമ്മൾ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് വാങ്ങി വെക്കും. നേരത്തെ ഇത് ഇറക്കുമ്പോൾ തന്നെയുള്ള സ്റ്റോക്കുകൾ ബാലൻസ് ആയിട്ട് വളരെ റേറാണ് അത് നഷ്ടപ്പെട്ടു പോക്ക്. വലിയൊരു ഇടിമിന്നല് വന്നിട്ട് നഷ്ടപ്പെട്ടപ്പോൾ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. അതും തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ആളുകൾ ഉണ്ടാക്കുന്ന പണി കുറിച്ച് മുനാരത്തിന്റെ ഒക്കെ രീതിയും കാര്യമെല്ലാം നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഏണികളും അതിലൂടെ കയറി കണ്ണൂരിന്റെ ഏകദേശം ഈ
പഴയ പാലമാട വ്യാപാര മേഖലകൾക്ക് പാലമാട ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ മിനാരങ്ങളിൽ ഈ കടലിൻ്റെ മൊത്തം തീരങ്ങളും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പ്രകൃതിപരമായിട്ട് തന്നെ സുഖിച്ചുകൊണ്ട് തന്നെ ആസ്വദിച്ചിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കാണാനുള്ള സംവിധാനം ഉണ്ട്. നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിൽ ഇതിനെ തന്നെ ഒരു ലേഡീസ് ഇംഗ്ലീഷിൽ അവൾ എഴുതിയത് ഇത് ഇംഗ്ലീഷ് പള്ളി എന്ന് പറഞ്ഞാണ് ആ രീതിയിലാണ് ശരിക്കും അത് അറിയപ്പെടുന്നത്. ഇത് അന്നത്തെ കാലത്ത് രാജകുടുംബത്തിലെ പിന്നെ ഒരു സ്ത്രീയുടെ പേരുണ്ട്. അപ്പോൾ അവരെ പിന്നെ പേരക്കുട്ടി മുൻകൈ എടുത്ത് അവർക്കൊരു നീയത്ത് അവരൊരു എന്താ പറയുക പിന്നെ ഒരു പഠിച്ചവന്റെ നാളെ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവരുടേതായ സമ്പാദ്യത്തിൽ രൂപകൽപ്പന ചെയ്ത് അവർ പണിത പള്ളിയാണ്. അത് പിന്നീട് തലമുറയായി ഇപ്പോഴത്തെ സംവിധാനത്തിൽ വഖഫും അതിന് പുതിയ പരിപാലന സമിതിയും കമ്മിറ്റിയും വന്ന് അവരുടെ ഒരു പിന്നെ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളെ അവർ രാജഭരണത്തിന് ശേഷമൊക്കെ ഉണ്ടായതിൽ ഇപ്പോൾ പരിപാലന സമിതി വഖഫിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അത് ഏറ്റെടുക്കണം. അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആദിരാജ അഷ്റഫ് കോയ സാഹിബാണ്. അതിൻ്റെ സെക്രട്ടറി ഷംസുദ്ദീൻ ഞാനാണ്. പിന്നെ അങ്ങനെ ഒരു പരിപാലന സമിതി ഇതിൽ ഉണ്ട്. 17 അംഗ പരിപാലന സമിതി അവരാണ്. 3 വർഷം കൂടുമ്പോൾ അതിൻ്റെ ജനറൽ ബോഡിയും മറ്റു സംവിധാനം. നമുക്ക് ഇത്രയും നേരം പറഞ്ഞു തന്നത് ഇതിൻ്റെ പരിപാലന സമിതി സെക്രട്ടറിയാണ് ഷംസുദ്ദീൻ ഖാൻ. അതുപോലെ ഇന്നും ഈ ഒരു പാരമ്പര്യ തനിമയോടെ നിലനിർത്തുന്നതാണ് ഈ ഒരു കമ്മിറ്റിയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്കതിൽ വേറെ ഇതിൽ വ്യതിചാനം സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഭയമുണ്ട്. കാരണം ഇതൊരു ചരിത്രമാണ്. ആളുകൾ ഇതിനെ അറ്റത്തിരുത്തലുണ്ടാക്കി. ഇതിലൊരുപാട് വേറെ ചരിത്ര പശ്ചാത്തലമൊക്കെ ഉണ്ട്. ജുനൈന ബീവി അല്ലേ, അത് രാജൻ്റെ കുടുംബത്തിലെ ആ സ്ത്രീയാണ്. ഇന്നും നമുക്കത് അവിടെ ഫലികത്തിലൊക്കെ അവിടെ കുറേ സംഗതികളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ പരിശോധിച്ചേക്കാം. ഓരോ ഇതും നോക്കിയത് അതിൻ്റെ ഓരോ കൊത്തുപണികൾ കാണാം. ആരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതൊക്കെ ഏകദേശം അതിൻ്റെ ഭംഗി ഇതൊക്കെ കാണാൻ പറ്റും. ഹൗദിൻ്റെ വേറൊരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാത്തത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ശ്രദ്ധയിലൊന്നും പെടാത്ത ഒരു ഭണ്ഡാരം പെട്ടതുപോലെ ശ്രദ്ധയിൽപ്പെടാത്തൊരു സംഗതിയുണ്ട്. നമ്മൾ ഹൗദിലേക്ക് ഇന്നത്തെ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മോട്ടറിൽ വെള്ളം നിങ്ങൾ ഹൗദിലേക്ക് എത്തി. നിങ്ങളൊന്നും ചിന്തിക്കണ്ട. കറണ്ട് പോയാലും ജനറേറ്റർ അങ്ങനെ ഓട്ടോമാറ്റിക് സംവിധാനം. പക്ഷേ അന്നത്തെ സമയത്ത് ഇവർ ഇവിടുന്ന് ഒന്ന് വെള്ളം അതിലേക്ക് ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എത്രയോ ദൂരെയുള്ള ആവുകളിൽ നല്ല ഫോഴ്സോട് കൂടി ആ രീതിയിൽ വെള്ളം നിലനിൽക്കുന്ന സംവിധാനം ഇപ്പോഴും നിലനിർത്തുന്നു. അതിന്റെ പിന്നെ ആവശ്യമുള്ള ടാങ്കാണ്. നിങ്ങൾ ഇവിടെ കിണറിന് ചുറ്റുള്ള ഒരു മതില് കാണാം. നിങ്ങൾ അത് തൂണ് പോലെ, അത് ശരിക്കും അത് തൂണല്ല, കിണറിന് ആവശ്യമുള്ള തൂണല്ല, 2 വലിയൊരു ടാങ്കാണ്. അത് തൂണ് രൂപത്തിൽ അതിന്റെ പിന്നെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ് നേരെ ഉള്ളിലേക്ക് നൽകുന്നത്. അതിനുള്ള അണ്ടർഗ്രൗണ്ട് പാസിംഗ് സംവിധാനം ഇപ്പോഴും. പിന്നെ ഇപ്പോൾ അത് പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മളത് ഈ കിണറിന്ന് വെള്ളം അഥവാ ഇവിടുത്തെ പല ഭാഗങ്ങളിലുള്ള മത്സ്യ മേഖലയിലുള്ള തൊഴിലാളികൾ വ്യത്യസ്ത ആളുകൾ ആശ്രയിക്കുന്ന വറ്റാത്ത നല്ല ശുദ്ധിയുള്ള കുടിക്കാൻ പറ്റുന്ന കടൽ ഭാഗമായിട്ട് പോലും ഉപ്പ് രസമില്ലാത്ത നല്ല വളരെ ശുദ്ധമായി ഇന്നും ആളുകൾ പിന്നെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. അതിന് നമ്മൾ വഴികൾ തുറന്നത് ഇന്നും നല്ല രീതിയിൽ ആ ഒരു കിണറിൽ അങ്ങനെ ഒരു പ്രത്യേകത ആളുകൾ ഇപ്പോൾ രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാം. കടലിലെ ഈ ബോട്ട് തൊഴിലാളികളൊക്കെ കണ്ടമാനം ഏകദേശം ഓരോ ബോട്ടിൽ തന്നെ 10-15 ക്യാനുകൾ വെള്ളം നിറച്ച് കൊടുക്കും. അവർക്ക് പ്രത്യേക വേറെയും കുടിവെള്ളം നല്ല രീതിയിൽ തൊഴിലാളികൾക്ക് കിട്ടുക. അത് ഇന്നും വേറൊരു ഒരു പരിപാലന സമിതിയുടെ നിബന്ധന അവർക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മറ്റൊരു സംഗതി കണ്ടല്ലോ, അവിടുത്തെ പുറത്ത് വലിയൊരു രാജാക്കന്മാർ അന്നത്തെ വൈകുന്നേരം സഞ്ചാരത്തിൽ വന്നിരിക്കുന്ന സ്ഥലമാണത്. സ്റ്റെപ്പ് വെച്ചിട്ട് ഒരു വൃദ്ധ ഉണ്ട് നിങ്ങൾ, ഒരു ഹൈറ്റുള്ള തന്നെയാണ്. നമ്മൾ ഇതിന്റെ ഉള്ളിൽ പോയി നേരെ പോയി സ്റ്റെപ്പ് കാണാം. അതിന്റെ മുകളിൽ ഒരു രാജാക്കന്മാർ ഇരിക്കുന്ന ആൾക്കാർക്കാണ് അതിന് വേണ്ടി പറഞ്ഞത്. ഞാൻ പറഞ്ഞു ചരിത്രം നമ്മൾ പഠിക്കണമല്ലോ, കൊണ്ട് കാര്യമില്ല. ഇതാണ് ഇവിടെ പ്രതിഭാസത്തിലെ ആ ഒരു കിണറും അന്നത്തെ കാലത്തെ ഇതിന് വെള്ളം നിറച്ചാൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ അംഗശുദ്ധി വരുത്തേണ്ട ഒതു കൊടുക്കേണ്ട വെള്ളം
അവിടത്തേക്ക് എത്തുന്നതാണ്. ഇനി കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പോലും ഈ കിണറിൽ നിന്ന് ആൾക്കാർ വെള്ളം കോരി ഇതിലേക്ക് ഒഴിക്കുകയും അവിടെ എത്തുന്ന ഒരു സംവിധാനം ഉണ്ടായി. അത് നമ്മൾ ആലോചിക്കണം, 350 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായത്. ഇതിപ്പോൾ പറഞ്ഞു വെച്ചത് ഇതാണ് അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ഇതാണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ള അന്നത്തെ കാലത്ത് രാജാക്കന്മാർ വിശ്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം. ഇപ്പോൾ കുറച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതെല്ലാം നോമ്പ് സമയങ്ങളിൽ വൃത്തിയാക്കുകയും ഇവിടെ വളരെ വിപുലമായ ഒരു നോമ്പ് മുറി, അത്തായം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇന്നത്തെ കാലത്ത് രാജാക്കന്മാർ ഇവിടെ ഇരിക്കുകയും ഈ കടൽക്കര ആസ്വദിക്കുകയും മറ്റ് പ്രജകളോടും മറ്റും സംവദിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇത് ഇന്നും ഇതേ രീതിയിൽ, അതായത് പാരമ്പര്യ തനിമയോടുകൂടി യാതൊരു മാറ്റം വരുത്താണ്ട് ഇവർ പരിപാലിച്ച് പോകുന്നുണ്ട്. കൂടാതെ ആ കാണുന്നതാണ് അന്നത്തെ കാലത്തെ മിനാരം. അതിൽ വെച്ചിട്ടുള്ള ആ ഓടുകളൊക്കെ ജർമ്മനിയിൽ നിന്ന് പ്രത്യേകമായിട്ട് വെട്ടിച്ചതും ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാത്തതുമായതാണ്. ഇതേ രീതിയിൽ പരിപാലിക്കുന്ന ഈ ഒരു പരിപാലന കമ്മിറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത്. ശരിക്കും നമുക്ക് ഇവിടെ മിനാരത്തിലേക്ക് കയറുന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. ഇവിടെ കയറി നിന്നാൽ ഈ കണ്ണൂർ ഈ കവാടത്തിൻ്റെ ഉള്ളിലാണ് അത്ഭുതം ഒളിഞ്ഞു കിടക്കുന്നത്. 300 വർഷക്കാലം പഴക്കമുള്ള ആശാരിമാരെ കലാവിരുത് കാണണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി കാണണം. ഇത് കണ്ടോ, വളരെ ചുരുങ്ങിയ സ്ഥലത്താണ് ഇവർ കോണി ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ പ്രത്യേക ടൈപ്പിൽ. എല്ലാവർക്കും കയറിപ്പോകാൻ പറ്റൂല, ബുദ്ധിമുട്ടാണ്. തടിയിൽ അവർക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കയറിപ്പോകാൻ പറ്റില്ല. ചെറിയ സ്ഥലമേ ഉള്ളൂ. അതിലവർ ഓരോ സ്റ്റെപ്പായിട്ട് ക്രമീകരിച്ചതാണ്. ഓരോ സ്റ്റെപ്പിലും ഇതുപോലെ ഗ്ലാസും കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. കുറേ ഭാഗം ദ്രവിച്ച് ഇങ്ങനെ മോശമായിക്കൊണ്ട് നിൽക്കുകയാണ്. പഴയ കാലത്ത് നല്ല മരം ആയതുകൊണ്ടാണ് ഇത്രയും ഇത് നിലനിൽക്കുന്നത്. ഇപ്പോഴത്തെ മരമില്ലാണെങ്കിൽ നോക്കാനൊന്നുമില്ല, പണ്ടേ പൊളിഞ്ഞ് വീണിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ഇതിൻ്റെ ഓരോ കോണിയായിട്ട് സൂക്ഷിച്ച് കയറി. കുറേ പ്രാവുകൾ ഒരു സൈഡിൽ കൂട് കൂട്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ചെതലെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേണ്ട, ഇതെല്ലാം കുറേ ദ്രവിച്ചു. ഇതിലുള്ള മെയിൻ്റെനൻസ് എല്ലാം ചെയ്യാനായി. പക്ഷേ ഇതിൻ്റെ മൈക്കാണ്. ഈ ബാങ്ക് കൊടുക്കുന്നില്ലേ, അതിൻ്റെ കൊളാമ്പിയാണ് അതിൽ മുകളിൽ. പിന്നെ ഇതാണ് ഈ ചുറ്റും ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് തുറക്കാൻ പറ്റും. ഗ്ലാസ് തുറന്നാൽ പുറത്തേക്ക് കണ്ട ചെറിയ ഗ്രില്ല് ഇവിടെ നിന്നിട്ട് മൊത്തം നമുക്ക് നോക്കി കാണാൻ പറ്റും. ഇതുപോലെയുള്ള ഒരു മുനാരന്നപ്പുറം കാണുന്നത്. ഇതിൻ്റെ ഓടുകൾക്കെല്ലാം ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന് അവർ പറയുന്നു. ജർമ്മനിയിൽ നിന്ന് അങ്ങനെ ഏതോ നാട്ടിൽ നിന്നാണ് ഇതൊക്കെ വരുത്തിച്ചിന് ആ കാലഘട്ടത്തിൽ. പിന്നെ ഇതിൻ്റെ ഓരോ സ്ഥലത്തും ഓരോ അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. താഴെ ചെറിയൊരു സ്തൂപമുണ്ട്, അതിലും ഉണ്ട് ചരിത്രം. ഇത് ഹാർബറിൻ്റെ ഭാഗങ്ങളാണ്. നമ്മളെ ഫിഷിൻ്റെ മീൻ പിടിക്കാൻ പോകുന്നവർ മറ്റു മത്സ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. വേണ്ട, കണ്ണൂരിൻ്റെ മനോഹരമായ സ്ഥലങ്ങൾ. ഇതാ മുനാരത്തിൻ്റെ ടോപ്പാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞ് മെല്ലെ അതണ്ട പ്രാവുകൾ മൊത്തം വൃത്തികേടാക്കിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. മെല്ലെ നമ്മൾ താഴേക്ക് ഇറങ്ങി. സൂക്ഷിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് മൊത്തം പണിയും കിട്ടും കേട്ടോ. കാരണം അത്രയും കുത്തക്കാണ്. ഒരുവിധം പ്രാക്ടീസ് ഇല്ലാത്ത ആൾക്കൊന്നും ഇതിൻ്റെ മുകളിൽ കയറാൻ തന്നെ പറ്റൂല. കാരണം അത്രയും കുത്തനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടില്ല. അല്ലാതെ വേറെ രക്ഷയില്ല. കാരണം ചെറിയ ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ ഇവർ ഇത്രയും സെറ്റപ്പിൽ ക്രമീകരിച്ചത് തന്നെ ഭയങ്കര രസമായിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൽ ഇഷ്ടിക വെച്ചിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടില്ലേ. കാണുമ്പം നമുക്ക് പുറമേ കാണുമ്പം ഒരു ചെറിയൊരു സംഭവമായിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി നടക്കുമ്പോൾ കാണുക. ഇതാണ് ഈ പ്രത്യേകതയിലെ ഔത് കേട്ടോ. ഇതിൻ്റെ സ്പ്രിങ്ക്ലർ ഉണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറി ഒന്നുമല്ല, അന്നത്തെ കാലത്തെ കണ്ടുപിടുത്താണ്. ആ പുറത്ത് 2 കിണറിലുള്ള സ്തൂപമില്ലേ, അതിൽ ഇവർ കിണറിൽ നിന്ന് വെള്ളം കോരി നോർക്കും. എന്നിട്ട് ആ വെള്ളം ആവശ്യാനുസരണം ഈ കാണുന്ന ഇതിലേക്ക് വെള്ളം വരും. ഇതിന് കറണ്ടോ അതിൻ്റെ ഒരു ആവശ്യം ഒന്നുമില്ല. കാരണം ഇത് ക്രമീകരിച്ചത് ആ രീതിയിലാണ്. ആ പഴയ കാലഘട്ടത്തിൽ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം തീരുന്നതിന് കണക്കാതിട്ട് ഇതിലേക്ക് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.